ഗുഡ് മോർണിംഗ്. ദിജിത ബാലുവാണേ. തട്ടുന്തവിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ബീഫ് കറിയുടെ റെസിപ്പിയാണ്. അത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനോ ലഞ്ചിനോ ഡിന്നറിനോ എന്ന പോലെ തന്നെ റൈസിനോ ചപ്പാത്തിക്കോ ഒക്കെ മാച്ച് ചെയ്ത് പോകുന്ന ഒരു കറിയാണ് കേട്ടോ. ഈ റെസിപ്പി എൻ്റെ അച്ഛൻ്റെ റെസിപ്പിയാണ് കേട്ടോ. പണ്ട് ഞങ്ങൾക്ക് ചായക്കട ഉണ്ടായിരുന്നേ, അച്ഛന് ചായക്കട ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ പൊറോട്ടയ്ക്കും ചപ്പാത്തിക്കും ഒക്കെ കൊടുത്തിരുന്ന ഒരു കോമ്പിനേഷൻ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഈ കറി തയ്യാറാക്കാനായിട്ട് ഞാൻ എന്താ ക്ലീൻ ചെയ്ത് വാഷ് ചെയ്ത് 1/2 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. ഈ ബീഫ് കഷ്ണങ്ങൾ ചെറിയൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. നമ്മൾ ഈ കറി തയ്യാറാക്കാനായിട്ട് 2 സവാള, 1 തക്കാളി, 5 പച്ചമുളക്, ആവശ്യത്തിനുള്ള കറിവേപ്പില, 10 വെളുത്തുള്ളി അല്ലി, 1 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി, 2 ഉരുളക്കിഴങ്ങ് ഇങ്ങനെയാണ് എടുത്തിട്ടുള്ളത്. അതിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ടൊന്ന് ചതച്ചിട്ടുണ്ട്. അത് നമുക്ക് ഈ കഷ്ണങ്ങളിലേക്ക് ഇട്ട് കൊടുക്കുക. അല്പം കറിവേപ്പില ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ 2 സവാളയാണ് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ളത്. അതിൽ ഏകദേശം 1/2 സവാളയുടെ അത്രയും മാറ്റി വയ്ക്കുക. ബാക്കിയുള്ളത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. തക്കാളി ചേർത്ത് കൊടുക്കുക. പച്ചമുളകും ചേർത്ത് കൊടുക്കുക. ഞാൻ ഇതിലേക്ക് ചേർക്കണ പൊടികൾ ഒന്ന് വറുത്ത് ചൂടാക്കിയതിന് ശേഷമാണ് ചേർക്കണേ കേട്ടോ. മഞ്ഞൾപ്പൊടി മാത്രം വറുക്കണില്ല. അപ്പം നമുക്ക് ഇപ്പം ഈ ചേർത്തിട്ടുള്ള കൂട്ടിലേക്ക് 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് സ്റ്റൗ ഒന്ന് കത്തിച്ചിട്ട് ഒരു ചെറിയ പാൻ വെച്ച് കൊടുക്കുക. അതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കുക. പൊടികൾ ഞാൻ എടുത്തിട്ടുള്ളത് മല്ലിപ്പൊടി 1.5 ടേബിൾ സ്പൂണും മുളക് പൊടി 3/4 ടേബിൾ സ്പൂണും അതുപോലെ തന്നെ മീറ്റ് മസാല 3/4 ടേബിൾ സ്പൂണാണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ട് ഇതിൻ്റെ മണം മാറും, അല്പം ഒന്ന് കളർ മാറും, അതുവരേക്കും ഒന്ന് കരിയാതെ ഒന്ന് ചൂടാക്കിയെടുക്കാം. ചൂടാക്കിയെടുത്ത പൊടികൾ നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം 1.5 സ്പൂണോളം വെളിച്ചെണ്ണയും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് ഇത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് കൂട്ടി തിരുമ്പിയെടുക്കാന്ന് അറിയില്ല. ഒരു 10 മിനിറ്റ് നേരെങ്കിലും ഇങ്ങനെ ചെയ്യണത് കറിക്ക് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാക്കും കേട്ടോ. തിരുമ്പി എടുത്ത കറി കൂട്ടിലേക്ക് ഒരു 1/4 ഗ്ലാസോളം വെള്ളം നമ്മൾ ആ കൈ മസാല തിരുമ്പിയതാണല്ലോ, അപ്പോൾ ആ കയ്യിലെ അംശം കൂടെ അതിലേക്ക് ചേരാവുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടെ ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുക്കർ അടച്ച് സ്റ്റൗ കത്തിച്ച് ഇത് അടുപ്പത്തേക്ക് വെക്കാം. ആദ്യത്തെ വിസിൽ വന്നതിന് ശേഷം ഇത് ഫ്ലെയിം ഒന്ന് കുറച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു 6ഓളം വിസിലും കൂടിയാണ് ഞാൻ കേൾപ്പിച്ചിട്ടുള്ളത് കേട്ടോ. ഈ വേവ് നമ്മുടെ കുക്കറിനെയും ഇറച്ചിനെയും അതുപോലെ നമ്മുടെ ഫ്ലെയിമിനൊക്കെ ആശ്രയിച്ചിരിക്കും കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞ പോലെ ആയപ്പോൾ കുക്കർ ഇറക്കി അതിൻ്റെ ആ എയറൊക്കെ ഒന്ന് പോയതിന് ശേഷം മൂടി തുറന്നിട്ടുണ്ട്. ഇത് കണ്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ഈ ഉരുളക്കിഴങ്ങ് കഷ്ണങ്ങൾ ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ഫസ്റ്റ് വിസിൽ വന്ന വശം ഓഫ് ചെയ്തെടുക്കുക, ഹൈ ഫ്ലെയിമിലിട്ടിട്ട്. നല്ല നാടൻ മണവും രുചിയുള്ള ഒരു ബീഫ് കറിയാണ് കേട്ടോ നമ്മൾ തയ്യാറാക്കണത്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഉരുളക്കിഴങ്ങ് ഇട്ടതിന് ശേഷം ഒരുപാട് വിസിൽ വരരുത്, അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വെന്ത് ഉടയാനും പാടില്ല. ഇതുപോലെ ക്യൂബ് കഷ്ണങ്ങളാക്കിയിട്ട് നുറുക്കിയെടുക്കണതായിരിക്കും നല്ലത് കേട്ടോ. അപ്പോൾ ഒരു വിസിൽ വന്നപ്പോൾ നമ്മൾ കുക്കർ ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്തിട്ടില്ല കേട്ടോ. ഇനി അതിലേക്ക് നമുക്ക് ഒരു താളിപ്പ് തയ്യാറാക്കാനുണ്ട്. അതിനാവശ്യമായിട്ടുള്ള ഒരു പാൻ വെക്കുക. പാൻ ചൂടാവുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള 1/2 സവോളയുടെ അരിഞ്ഞ ഭാഗങ്ങളുണ്ടല്ലോ, അതും വേപ്പിലും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക. സവാള നന്നായിട്ട് മൂത്ത് വരുമ്പോൾ ഒന്ന് കളറൊക്കെ മാറി വരുമ്പോൾ നമുക്ക് അതിലേക്ക് പൊടികൾ ചേർക്കണം. അപ്പോൾ അതിനായിട്ട് 1 സ്പൂണോളം മുളക് പൊടിയും അതുപോലെ തന്നെ 3/4 സ്പൂണോളം കുരുമുളക് പൊടിയും 1/2 സ്പൂണോളം പെരിഞ്ജീരകപ്പൊടിയും അതുപോലെ തന്നെ 1/4 സ്പൂണോളം ഗരം മസാലപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഓർക്കനെ ടേബിൾ സ്പൂണല്ല, സ്പൂൺ കണക്കാണ് പറഞ്ഞത് കേട്ടോ. എന്നിട്ട് ഈ പൊടികളുടെ ആ ഒരു പച്ചമണം പോണ വരെ, അല്ലെങ്കിൽ തീ കൂടുതലാണെന്ന് തോന്നുകയാണെങ്കിൽ ഉടനെ സ്റ്റൗ ഓഫ് ചെയ്യണതും നല്ലതാണ് കേട്ടോ. നമ്മൾ ഇതൊന്ന് മൂപ്പിച്ചു കൊടുക്കുക. എപ്പോഴും ശ്രദ്ധിക്കണം, കരിഞ്ഞു പോവാൻ ഇടവരരുത് കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഇപ്പം നന്നായിട്ട് മസാലകളൊക്കെ ഒന്ന് മൂത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നമ്മുടെ ബീഫ് കറി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഉപ്പൊക്കെ ചെക്ക് ചെയ്യുക. ഉപ്പൊക്കെ കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഒന്ന് ഇതിൽ കിടന്ന് തിളച്ച് എല്ലാ മസാലയൊക്കെ ഒന്ന് മിക്സ് ആകുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇത്രയും സിമ്പിളായിട്ട് ബീഫ് കറി വെക്കാൻ നമുക്ക് ഇനി വേറെ ഒരു റെസിപ്പി ഇല്ല കേട്ടോ. ഏറ്റവും സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്, എന്നാൽ ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയും കൂടിയാണ് കേട്ടോ. ഇത് കുട്ടികൾക്ക് വേണമെങ്കിലും ഉണ്ടാക്കാം കേട്ടോ. കുക്കിംഗ് തുടങ്ങിയിട്ടുള്ള ഫ്രഷേഴ്സ് ആയിട്ടുള്ളവർക്കൊക്കെ ഇത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കുന്നു ഞാൻ വിചാരിക്കുന്നു. അതുപോലെ ബാച്ചിലേഴ്സിനും അത്രയും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇതിപ്പോൾ ഒന്നുമില്ല, നമ്മുടെ അടുത്ത് ഈ ഒരു കറി തയ്യാറാക്കിയിട്ട് ഒരു പാക്കറ്റ് ബ്രെഡ് മേടിച്ച് കഴിഞ്ഞാലും നമ്മുടെ ഡിന്നർ കുശാലാവും കേട്ടോ.
അപ്പോൾ ഒന്ന് നിങ്ങൾ ചെയ്തു നോക്കൂ. എല്ലാവർക്കും അറിയാവുന്ന കറികൾ തന്നെയാണ്. എന്നാലും ഈ ഒരു രീതിയിൽ ഇതാവുമ്പോൾ നമ്മുടെ തട്ടുകട സ്റ്റൈല്, ചായക്കട സ്റ്റൈല്, അങ്ങനത്തെ ഒരു സ്റ്റൈലാണ്. എപ്പോഴും നാടൻ ടേസ്റ്റിന് ഒരു രുചി വേറെയാണ് അല്ലേ. ഇങ്ങനെ ഒന്ന് ചെയ്തു കൂട്ടാ. ഇപ്പം ഞാൻ പറഞ്ഞ ഈ ഒരു അളവിലുണ്ടാക്കിയാൽ ബീഫ് ഇഷ്ടപ്പെടുന്നവർക്കാണെങ്കിൽ 2 പേർക്ക് കഴിക്കാനുള്ളതുള്ളൂ കേട്ടോ. അല്ല നോർമൽ ആയിട്ട് ഭക്ഷണം കഴിക്കുന്നവരാണെങ്കിൽ 3 പേർക്ക് സുഭിക്ഷമായിട്ട് ഒറ്റൊരു പ്രാവശ്യം കഴിക്കാനുള്ള കറിയുണ്ട്. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ ബീഫ് കറിയുടെ റെസിപ്പി ഇഷ്ടമായി എന്ന് വിശ്വസിച്ചോട്ടെ. എങ്കിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ കേട്ടോ, സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒട്ടും മറക്കരുത്. കാരണം എനിക്ക് ലൈക്കുകളുടെ എണ്ണം കമൻറ്റുകളുടെ എണ്ണം കുറവാണ്. അത് കൂടുതലുണ്ടെങ്കിൽ അടുത്ത സജഷനിലേക്ക് എൻ്റെ വീഡിയോസ് പോവുള്ളൂ. 700-ൽ പരം വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. 4 വർഷമായി ഞാൻ യൂട്യൂബിലുണ്ട്. പക്ഷേ ഇതുവരെ രക്ഷപ്പെട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് അങ്ങോട്ട് കിടക്കാനായിട്ട് പറ്റുള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ചിൽഡ്രൻ ടേക്ക് കെയർ. ബൈ.